ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദാറ്റ് ബുഫേ ടൂർ. ഇപ്പൊ ഗുരുവായൂരാണ്. ഇന്നും ഒരു കല്യാണത്തിന്റെ പരിപാടി ആയിട്ടാണ്. അന്ന് കാർത്തികയുടെ കല്യാണത്തിനാണ് ഞാൻ ഈ ഷർട്ട് ഇട്ടത്. ഇട്ടിട്ട് നമ്മുടെ അതെ നമ്മുടെ കൂട്ടുകാരിയുടെ 8:30 താലി കെട്ടി. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മള് ചോറ് നമ്മള് ചോറ് തിന്റെ ഇറങ്ങും. അത് കൊറേ ആയിട്ട് ഇവിടെ അടിയായിരുന്നു. മറ്റേ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അടി ഉണ്ടായിട്ടല്ലേ ഇവിടെ കണ്ണാടിക്കായിരുന്നു അടി. അവരെ യൂണിവേഴ്സായി. അത് നമ്മള് ഗുരുവായൂരിലേക്ക്. ഓക്കെ, ഞാൻ കുറെ കാലമായിട്ട് ഗുരുവായൂരിൽ പോയിട്ടില്ല. ആണ് എത്താറായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കല്യാണത്തിന് കയറിന്റെ ബാക്കി ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. രാവിലെ നല്ലൊരു മൂടി ഇവിടെ ഒരുപാട് പേരുണ്ട്. ഓക്കെ ഏട്ടാ, താങ്ക് യു. നല്ല വെളിച്ചം, നല്ല സുഖം കേട്ടോ. നല്ല തണുപ്പുണ്ട്. പക്ഷെ ഭയങ്കര വേർതിരിക്കണേ. ആന എന്തൊക്കെയോ സാധനം ഉണ്ട് ഇവിടെ. ഇത് മറ്റേ കാർത്തികേട്ടന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുന്നത് ഫോൺ അടിച്ചു പോയതാണ് തോന്നുന്നു. കോട്ടാഴിയിൽ നിന്നും വന്നിട്ടുള്ള ആരെയോ കല്യാണം. അവിടെ കണ്ണാടി തിരിച്ചിട്ടാണ്. സോ അപ്പൊ നമ്മുടെ നടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര എനർജി കേട്ടാ. എനിക്ക് അങ്ങനെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ തോന്നാറില്ല വീഡിയോ എടുക്കണം. പക്ഷെ ഇതൊക്കെ ഡോക്യുമെന്റ് ഇരിക്കാൻ ഭയങ്കര ആഗ്രഹം. നമുക്ക് അവിടെ ഇരിക്കണം. ലൈറ്റ് വെച്ച് അതുകൂടി ഇല്ലേ. പക്ഷേ തണുപ്പ് ശരി തണുപ്പ്. പക്ഷെ ഞാൻ വേറെ കുളിക്കുന്നു. കുളിച്ചിറങ്ങിയേ ഉള്ളൂ. എന്നിട്ട് വേറെ കുളിക്കും. നേരെ പോട്ടെ, നാരായണോട് ഓടിത്തള്ളി, അങ്ങോട്ടോടെ ഓടിത്തള്ളി. നോക്കാം. ഒരുപാട് കല്യാണം കേട്ടാ. കുറേ പേരുണ്ട്. അവിടെ ഒരു കല്യാണം ഇവിടെ. നാരായണകുട്ടി ഓടിത്തള്ളി പോയി. കല്യാണം കഴിഞ്ഞു കേട്ടാ. കൃഷ്ണനെ പോലെ പറഞ്ഞു നായ. കൃഷ്ണ 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 നേരത്തെ കാലത്തൊക്കെ വന്നൂടെ? ഉത്തരവാദിത്വം വലിച്ചു. അവള് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനിയൊന്നുമില്ല, ഇനി പോയി ഉണ്ണാം. ഉണ്ടിട്ട് വീട്ടിൽ പോവാ. ഇത്രയും ഞാൻ കണ്ടില്ല. ഇതാണ് നമ്മുടെ കൂട്ടുകാരി. ലൈഫ് ഓഫ് ഷോർട്ട് ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നേക്കൽ അടി ഇടി വെട്ടിക്കുത്ത്. അത് അവളപ്പോഴും മസിൽ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ പേര് വീണതാണ്. അതുപോലെ നമ്മളെവിടെയും പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുനടക്കാരാ മുമ്പിൽ നടക്കും. ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ അങ്ങനെ അവളെ കല്യാണം കഴിഞ്ഞപ്പോണ്ട് നമ്മള് ലേറ്റ് അല്ലായിരുന്നു. ഒരിക്കലും ലേറ്റ് ഇല്ല. നമ്മൾ കറക്റ്റ് ഓട്ടം ടൈമിന് എത്തിയത്. പക്ഷെ ഇവര് നേരത്തെ കെട്ടിച്ചു. അതാ പ്രശ്നം. അവര് നേരത്തെ കെട്ടിച്ച നമ്മള് ലേറ്റ് ആയതല്ല. ഇവിടെ തിരക്കുകൾ കാരണം കൊണ്ട് പെട്ടെന്ന് ലഭിച്ചു. നല്ല ചൂടുണ്ട് എനിക്ക്. രേഷ്മയെ കാരണം നമ്മൾ ലേറ്റ് ആയത്. രേഷ്മ ഇന്നലെ രാത്രിയെ വന്നിട്ടാണ് മുഖമൊക്കെ ടാൻ അടിച്ചില്ലാതായിരിക്കും അല്ലേ? കത്തി പിടിച്ച് ടാൻ അടിച്ചിരിക്കണം. നീ അവിടെ വിളക്കിന്റെ അടുത്തല്ലോ പോയാ. നിനക്ക് മനസ്സ് വിഷമിപ്പിക്കണ ഭയങ്കര ശീലമാണല്ലേ? ഇത് എവിടുന്ന് വായിച്ചെന്ന് പറഞ്ഞാ? പുള്ളിക്കാരനെ സ്റ്റുഡിയോ വായിച്ചു. എല്ലാരും സെയിം ആണല്ലോ. ശരി, കാര്യങ്ങൾ അറിയിക്കാം. വീഡിയോ എടുത്തു. വ്ളോഗ് എടുക്കണ്ടേ? സോ ഹാപ്പി ബ്രോ. കേട്ടാ, ഇത്രയും കഷ്ടപ്പെട്ട് നീ ഈ കല്യാണം ഇവിടെ വരെ എത്തിച്ചു. നീ ജയിച്ചിട്ടോ മാറാ. മതി മതി, അടി വാങ്ങട്ടെ. നമ്മളൊരു കോഫി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നെസ്കാഫെ. എവിടെ നോക്കൂ, കറക്റ്റ് നടയിലാണ്. ഇത് ഞാൻ കുറെ ആളുടെ ഇതായിരുന്നു കേട്ടോ. ഗുരുവായൂർ വരണം മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ കൊണ്ടെത്തിച്ചു ഇവിടെ. അതെങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എനിക്ക് നല്ല പനി ഉണ്ടായിട്ട് കൂടി ഞാൻ ഇവിടെ എത്തി. അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തിരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് വരണ ഒരു മൈൻഡും ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ എത്തി. പത്ത് സമയത്ത് രാവിലെ എണീക്കുകയും ചെയ്തു. 6 മണിക്ക് എണീക്കുകയും ചെയ്തു. പക്ഷേ നൈറ്റായത് കുറച്ച് കറങ്ങി അങ്ങോട്ടൊക്കെ പോയിട്ടില്ല. എന്തായാലും കോഫി കുടിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ കയറി തിരിച്ച് വർക്കിന് തിരിച്ചു പോകും.
അവിടെ പോയിട്ട് നമുക്ക് ബാക്കി പരിപാടി റിസോർട്ടും പരിപാടി ഇല്ലടാ. അയ്യേ കൊള്ളത്തില്ലടാ. മറ്റേ എടുക്കാമോ? മറ്റേ ചേരൂലെങ്കില അത് ചേരും. അത് പിന്നെയും കുഴപ്പമില്ല. റൗണ്ടാണ്, ഒരു മെനയുണ്ട് കാണാനായിട്ട്. അടുത്ത് ഇതാണ് പറയണേ. അത് പിന്നെയും കുഴപ്പമില്ല അല്ലേ ചേച്ചി? പക്ഷെ അത് വലുതാ, ഭയങ്കര വലുതായിട്ട് നടക്കണ്ട. വീഡിയോ കാണിച്ചു. അപ്പൊ ഗൈസ് ഈ കമ്മലെടുത്തു. കുഴപ്പമില്ലെന്ന്, കുറച്ച് വലുതാണ്. മറ്റേ ചെറുതെടുത്തപ്പോൾ എനിക്ക് അത്ര രസമില്ല. ഇത് ചെവി എനിക്ക് ഇങ്ങനെ കവർ ചെയ്തിരിക്കണം. അതാണ് ഇതെടുത്തത്. കുഴപ്പമില്ലല്ലോ, കടയിലാളും പറഞ്ഞൊക്കെയാണ്. 230 രൂപ. ഇതെന്തായാലും വൈകിട്ടോടെ ഇത് ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഈ സാമാനം കളയും. ഇത് ബാക്കപ്പിന് അതിൻ്റെ അടുത്ത കടയിലേക്ക് പോവാം. എന്തായാലും ഇനി ചായ കുടിക്കാൻ ഇറങ്ങണോടെ. മറ്റേ കടയിൽ കയറിയില്ല നമ്മൾ. എന്തായാലും പൈസ കൊടുത്തിട്ട് ഇറങ്ങട്ടെ. അങ്ങനെ അകത്തുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു വലമൊക്കെ വെച്ചു. പിന്നെ ഞാനൊരു സ്റ്റഡ് വാങ്ങിയത് അത് കാണിച്ചില്ല പറഞ്ഞ പോലെ. മണ്ടൻ കെട്ടിൻ്റെ കാര്യമാണ് പറയണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ആനയെ കാണാനാണ്. ഓക്കെ, 2 ആന അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് മാമൻ പറഞ്ഞു. അപ്പോൾ കാണാൻ പോകുന്നു. ബാക്കിൽ മറ്റേ അവിടെ ഒരു പ്രതിമ ആന ഉണ്ടല്ലോ, അത് കാണിച്ചിട്ടുണ്ടെന്ന് പോലീസ് മാമൻ. നമ്മളൊരു വഴക്കുറഞ്ഞിരിക്കുന്നു. അവിടെ 2 ആന ഒറിജിനൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അങ്ങോട്ടാണ് നടന്നു പോകാൻ. എൻ്റെ കാല് തൊലിയൊക്കെ പോയി. ഞാൻ കണ്ട ഈ ചെരുപ്പായിട്ടാണ് കണ്ട, ആ ചെരുപ്പായിട്ടാണ് ചോദിക്കുന്നത്. അത് കുറേ കാലമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം എൻ്റെ തൊലി പോയി. ഈ മുണ്ടാണെങ്കിൽ നടക്കാൻ പറ്റില്ല. പിന്നെ ചൂടായതുകൊണ്ട് കുറച്ച് മോര് കുടിച്ച്, ഫ്രീ മോരൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. നടക്കുന്നു. ഒന്നാമത് നല്ല ചൂട്, വയ്യ എനിക്ക്. പനി, ചൂട്, മോര്. അയ്യോ, നിങ്ങൾക്ക് ആനയെ കണ്ടിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ആനയെ കാണാൻ വേണ്ടി വന്നു. ആനയെ കണ്ടു. ആന ഫ്രണ്ടിൽ നിൽക്കൊണ്ട് 2 ഉണ്ട്. ഒരെണ്ണം അതിൻ്റെ ഇടയിൽ കണ്ടത് അവിടെ ഇങ്ങനെ. ആനപ്പാപ്പൻ സ്ലീപ്പൊന്നു. അല്ല, സ്ലീപ്പൊന്നുമില്ല, റീല് കാണുന്നു. തുറക്കട്ടെ, കയറിട്ട് പൂട്ടിട്ടേക്കുക. ആന കണ്ടല്ലോ, സന്തോഷമല്ലേ? വെള്ളം കുടിച്ചിട്ട് തിരിച്ച് പോവാം. അപ്പോഴാണെന്ന് പറഞ്ഞൂടാ, ഇനി എപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞൂടാ. എന്നൊരു ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ ആനക്ക് വിഷയം. പോവാ. ഇതൊക്കെയാണ് മുതുകത്ത് കൂനി മസ്കുലർ ആന. ആനേ ചേട്ടനെ കുഴപ്പമില്ല, അതിൽ പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ശ്രീകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കാണിച്ചു തരാം. അവൾ കുറെ അധ്വാനിച്ചു കേട്ടോ, കഷ്ടപ്പെട്ടു. കുറെ കഷ്ടപ്പെട്ടാണ് കല്യാണത്തിൽ എത്തിച്ച. ബിഗ് സല്യൂട്ട്, ബിഗ് റെസ്പെക്ട്. അടുത്ത ട്രിപ്പിന് നമ്മളെ മാല പണിയാൻ വെക്കുന്നേ. അടുത്ത ട്രിപ്പിന് നമുക്ക് സ്പോൺസറേ ആരല്ലേ? അവളല്ലേ? അവളെ ഹണിമൂൺ നമ്മൾ ആഘോഷിക്കും നമ്മുടെ പൈസ. ഗൈസ് അറ്റ് ലാസ്റ്റ് കല്യാണ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി സദ്യ കഴിക്കുന്ന സമയമായിട്ടുണ്ട്. സദ്യ വന്നിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 ഗ്ലാസ് ഉണ്ട്. 1, 2, 3 ടോട്ടൽ 3 ഗ്ലാസ് ഉണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോൾ 2 ഗ്ലാസ്സിൽ പായസം വരും, 1 ഗ്ലാസ്സിൽ വെള്ളം. എന്തുകൊണ്ട് ഇത് ഇനി അവിടെ ഇവിടെ കുറെ ഐറ്റംസ് മാറ്റം വരും ഇല്ലേ? പരിപ്പ് ഓർഡറൊക്കെ മാറുമല്ലോ. എന്തൊക്കെയാ ഞാൻ കണ്ടത്? കാണിച്ചു കൊടുത്തു. 3 ഗ്ലാസ്, 1 വെള്ളം, ബാക്കി 2 പായസം. അതാണ് എനിക്ക് അറിയില്ല. അപ്പൊ എന്തെങ്കിലും മാറ്റം കാണും. എന്തായാലും ഒരുപാട് സദ്യ ആയിരിക്കില്ല. സദ്യ വരികയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണിച്ചു തരാം. അതായത് ബാക്കി പോകാനുള്ള പരിപാടി ഉച്ചയാകുമ്പോൾ എല്ലാവരും ഇറങ്ങും. അപ്പോൾ ഓക്കെ. ഇപ്പൊ നീ ഒരു കാറ്ററിംഗ് സർവീസ് ആണ്. നീ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് കഴിയാൻ പിന്നെ ആളെ നിർത്തണ്ടേ? ആളെ നിർത്തണ്ടേ? ഗ്ലാസ് വരുമ്പോ ഗ്ലാസ് നിങ്ങൾ തിരുവനന്തപുരത്ത് ഗ്ലാസ് കൊടുക്കാത്തത്? നിങ്ങൾ തിരുവനന്തപുരത്ത് ഗ്ലാസ് കൊടുക്കാത്ത അങ്ങനെ കാറ്ററിംഗ് ഇല്ലേ അവിടെ ചെയ്യുന്നത്? ഇവിടെ 1 അടി കഴിഞ്ഞപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കഴിക്കാതെ കാണിച്ചു തരാം. ബൈ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഊണ് ഞാൻ കാണിച്ചില്ല. കുറച്ച് കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. പിന്നെ പായസം ഗ്ലാസ്സിലായിരുന്നു, അതാണ് ഡിഫറൻസ്. ഓക്കെ, ബോളി ഉണ്ടായിരുന്നു. അതിവര് പ്രത്യേകം എടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചായിരിക്കും. ഇവിടെ ബോളി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. പോയി മുണ്ട് മാറ്റി പാൻസാക്കി, ജീൻസാക്കി. കുറേ കാലങ്ങൾക്ക് ശേഷം ജീൻസ് വാങ്ങി. ജീൻസ് അല്ലെങ്കിൽ പടകളെല്ലാം ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. എല്ലാം പോകണം. നമ്മളിനി ബസ്സിൽ
അവിടെ നിന്ന് വന്നിട്ടുള്ള ടീമിൻ്റെ ബസ്സുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോകുന്നു വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൽ പോയി പുഴുക്കും. ഇന്നലെ ഇങ്ങോട്ട് വന്നത് ട്രെയിനിലായിരുന്നു. ഭയങ്കര ശോകമായിരുന്നു. ഞാൻ അംജിത്തും ഉണ്ടായിരുന്നു. ചൂടെന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ അത് ഫാനിൻ്റെ മൂട്ടിലാണ് നിന്നിട്ട് പോലും ചൂടെടുത്ത് ഞാൻ അവനും പുഴുങ്ങി. അപ്പോൾ ബസ്സുണ്ട്, AC ബസ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടി. സീറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കിട്ടിയ മനസ്സമാധാനമായി വർക്കല വരെ പോവാം. 2-3 ട്രെയിൻ അല്ലെങ്കിൽ കയറേണ്ടി വരും. നാരായണകുട്ടി നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ ടൈമിങ്ങൊക്കെ വളരെ ശോകമാണ്. 2 ട്രെയിൻ കയറേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടായി. ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നേരെ ഇനി വർക്കല റിസോർട്ടിൽ പോവുക. അവിടെ സ്റ്റേ വൈകിട്ടാകുമ്പോൾ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോൾ റിസപ്ഷൻ. അതുകൂടെ കഴിഞ്ഞ് ഖലാസ് എല്ലാം അടിപൊളിയായിട്ട് നടന്നു സോഫാർ. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല പനിയും കൂടെ ഉണ്ട്, അതേ പ്രശ്നം. നല്ല പനിയും ചുമ എല്ലാം ഉണ്ട്. സൗണ്ടൊക്കെ പോയിട്ട. അത് ശരി, ബസ് എത്തിയിട്ടുണ്ട്. ബസ്സുകാരുടെ കാണാം. ഹോട്ടൽ 2 ബസ്സുണ്ട്. നമ്മൾ ഈ ബസ്സിലാണ് പോകണമെന്നാണ് തോന്നുന്നത്. സീറ്റുണ്ട്. കോഴിത്തരം വയ്ക്കാനായിട്ട് ഈ ബസ്സിലാണ് പോകണമെന്ന് തോന്നുന്നത്. ശരി, സേഫ് കാണി. കാരണം 2-3 വണ്ടി കിട്ടി. കുറച്ചൊക്കെ ഓടിയിട്ടുള്ളൂ. 98 മോഡലാണ്. ടയറൊക്കെ മൊത്തം വണ്ടിയല്ലേ? കൊള്ളാം. ഇത് മെർസിഡീസിന്റെ മേബാക്ക്. ഓ ഷിറ്റ്. കാരണം ബാക്കിലാണ് ഇതിന്റെ ഇതൊക്കെ ഇരിക്കുന്നത്. മേബാക്ക് അടിപൊളിയാ. എന്നെ ട്രോളാൻ ഞാൻ തന്നെ മതി. സൂപ്പർ. ഇത് വേർപ്പാണ്. ഭയങ്കര ചൂടാണ്. ഇതൊക്കെയുണ്ട് ചേട്ടാ. വലുതാലോചിക്കുമെന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് ആലോചിക്കുമെന്ന് പറഞ്ഞ കൂട്ടി. ഓക്കെ. അങ്ങനെ ബസ്സിൽ കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. അതാണ് പയ്യന്റെ വീട്. കാട് ദൂരെയാണ്. അവിടെയാണ് വീട്. തൊട്ടടുത്ത് തന്നെ വൈകിട്ടുണ്ട് തോന്നിയതാണ്. അവിടെ മൊത്തം ആൾക്കാരുണ്ട്. നമ്മളിവിടെ ഒരു ചെറിയൊരു പടക്കം പൊട്ടിച്ച് പടക്കം പൊട്ടിച്ച് എല്ലാവർക്കും ക്ഷണം. പടക്കം പൊട്ടിച്ചിട്ട് ഓക്കെ. സമയം രാത്രി 11:09 ഓക്കെ. വിളക്ക് കൊളുത്തി ഉള്ളിലോട്ട് ക്ഷണിക്കാൻ പോവാണ്. ഏതായാലും നിമിഷങ്ങൾക്കകം അതിലേക്ക് തീ കൊടുക്കാൻ പോവാണ്. ആരും അറിയരുത്. സൗണ്ട് ഒന്നും വെളിയിൽ കേൾക്കരുത്. മ്യൂട്ടിലിട്ടേക്കാം. ഷോർട്ട് ഗേളെ പടക്കം പൊട്ടിക്കൊണ്ട് പേടിക്കല്ലേ. ഇതൊക്കെ ആരേക്ക് വീണുണ്ടോ? നമ്മൾ മാത്രമേ ഉള്ളു. എല്ലാവരും പോയാ ഹൊറർ ഏരിയട്ട്. നല്ല ഹൊറർ ഏരിയ. കൊടും കാട് ആരതി ഒഴിഞ്ഞു തുടങ്ങി. ആരതിയല്ല, അത് ഐത്തന്റെ അമ്മേനെ ഒഴിയണത്. കയറാൻ പോവാണ്. അയ്യോ ലൈറ്റ് കത്തുന്നില്ല. പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടി തുടങ്ങി. ഹായ് എല്ലാവരും. ഗുഡ് നൈറ്റ് പോയി.